നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. എല്ലാവർക്കും ജ്യോതിഷ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് വ്യാഴത്തോടു കൂടി എന്തെന്ത് ഗ്രഹങ്ങൾ യോഗം ചെയ്താൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വ്യാഴത്തോടു കൂടി ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം യോഗം ചെയ്താൽ എന്താണ് ഫലം? അപ്പോൾ വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള യോഗമാണ് ഗജകേസരി യോഗം. അപ്പോൾ ഈ യോഗം നമുക്കറിയാം, ഗജകേസരി യോഗമുള്ള ആളുകൾക്ക് 80 വയസ്സിന് മേൽ ജീവിച്ച് മരിക്കാനായിട്ട് യോഗം വരുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ യോഗത്തിന് ദീർഘായുസ് യോഗങ്ങളിൽ പറയുന്ന ഒരു നിയമങ്ങളിൽ പെടുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. ഈ കല്യാണം കഴിക്കുന്നതോടുകൂടി ഇവരുടെ ലൈഫിൽ ചെറിയ പ്രോബ്ലംസുകൾ സ്റ്റാർട്ടാവും. മാരീഡ്, അപ്പം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഇവർ ഒരല്പം ഒന്ന് പിരിഞ്ഞ് നിൽക്കുക, അത്ര ഒരു പ്രോബ്ലംസുകളൊക്കെ നേരിടാനും കല്യാണ ജീവിതത്തിൽ ചെറിയ തടസ്സം, ലൈഫിൽ അങ്ങോട്ട് ചെറിയ ഒരു നല്ല അനുഭവങ്ങളില്ലാത്ത ജീവിത കർമ്മ, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഇവർക്ക് സാഹചര്യങ്ങൾ വരും. ലൈഫ് എപ്പോഴും സഞ്ചാരമായിരിക്കും. ഒരു സ്റ്റെബിലിറ്റി ഇവർക്ക് വരാനായിട്ട് എപ്പോഴും ഒരു പ്രോബ്ലംസ് ആയിരിക്കും. സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവർ. ദേശം വിട്ടു പോകാനായിട്ടൊക്കെ ഇവർക്ക് കർമ്മ വരേണ്ടി വരും. പിന്നെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഗജകേസരി യോഗമുള്ള ആളുകൾ നമ്മളുടെ ഗോചരപ്രകാരം 5-ാം ഭാവത്തിലോ 9-ാം ഭാവത്തിലോ വ്യാഴം ഗോചരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും ആ കാര്യത്തിനകത്ത് റിസൾട്ട് കിട്ടും. ഗോചരപ്രകാരം ഈ യോഗമുള്ള ആളുകൾ 5-ാം ഭാവത്തിലോ 9-ാം ഭാവത്തിലോ വ്യാഴം വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ശുഭകർമ്മ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്താലും, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചാലും, കർമ്മദോഷം മാറുന്നതിന് വേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താലും, ഭവനത്തിൽ പൂജാകർമ്മ കാര്യങ്ങളൊക്കെ ചെയ്താലും ആ കാര്യത്തിന് പൂർണ്ണമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് യോഗം വരും. അത് ഈ യോഗമുള്ളവർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അമ്മ നല്ല കൈപ്പുണ്യം ഉണ്ടായിരിക്കും, പക്ഷെ അമ്മയുടെ ലൈഫ് കുറേ സ്ട്രഗിളും പ്രോബ്ലംസുകളും ഒക്കെ ആയിട്ടായിരിക്കും മാതാവിൻ്റെ ലൈഫ് കടന്ന് വരിക. മാതാവിൻ്റെ വംശമെന്ന് പറയുന്നത് പൂർവ്വകർമ്മയിൽ സൂപ്പർ വംശമായിരിക്കും, നല്ല നിലയിലുള്ളവരായിരിക്കും. പിന്നീട് ഡൗൺ ആയിട്ട് ആ വംശം കുറഞ്ഞു വരാനായിട്ട് യോഗം വരും. അമ്മ വളരെ സിമ്പിളായിരിക്കും, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും, സ്നേഹമതിയായിരിക്കും ഇവരുടെ മാതാവ്. പക്ഷേ പലപ്പോഴും മാതാവ് ഇവരും തമ്മിൽ മനസ്സിന് സ്നേഹമുണ്ടെങ്കിൽ പോലും ഒരു കർത്തവ വർത്തമാനം പറയുക, അമ്മയ്ക്ക് ദുഃഖം കൊടുക്കുന്ന വർത്തമാനം പോലുള്ള ചില വിഷയങ്ങൾ ഇവർ ലൈഫിൽ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരേണ്ടതായിട്ട് വരും. കഴിവതും ഈ യോഗമുള്ള ആളുകൾക്ക്, അതായത് പുരുഷനാണെങ്കിൽ വരുന്ന ഭാര്യയും ഇവരുടെ മാതാവും തമ്മിൽ അത്ര സെറ്റാവത്തില്ല. അതായത് അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ഈ യോഗമുള്ളവർക്ക് പ്രശ്നം വരും. അതുകൊണ്ട് കഴിവതും കല്യാണശേഷം ഇവർ ആ വീട് വിട്ട് വേറെ സ്ഥലങ്ങളിൽ പോകുന്നതോ വാടകയ്ക്ക് താമസിക്കുന്നതോ ആയിരിക്കും നല്ലത്. വീട്ടിലേക്ക് വരികയും അമ്മയുടെ കാര്യവും ഭാര്യയുടെ കാര്യമൊക്കെ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ യോഗമുള്ള ആളുകൾ ഭാര്യയും അമ്മയിലും ഒന്നിച്ച് നിർത്തിയാൽ പ്രശ്നം വരും. അത് നോട്ട് ദ പോയിൻറ്റ്. അടുത്തത് നമുക്ക് വ്യാഴം ചൊവ്വ യോഗം. ഇതിനെ നമ്മൾ ഗുരുമംഗള യോഗം എന്ന് പറയും. അപ്പോൾ ചൊവ്വയാണ് ഭൂമികാരകൻ, വ്യാഴം വാല്യു. അപ്പോൾ ഇവർക്ക് കുറച്ച് ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമിക്ക് വാല്യു ഉണ്ടാവും. ഇവർക്ക് കൈവശം വരുന്ന സമയത്ത് ആ ഭൂമിക്ക് ഒരു പക്ഷേ വില ഉണ്ടായെന്ന് വരില്ല, പക്ഷെ പിന്നീട് ആ ഭൂമിക്ക് നല്ല വാല്യു ഉണ്ടാവും. 2 സെൻറ്റേ ഉള്ളെങ്കിലും ആ ഭൂമിക്ക് വിലമതിക്കത്തക്ക ഭൂമിയായിരിക്കും. ഇവർക്ക് കിടക്കുന്ന ഭൂമിയായിരിക്കും ചിലപ്പോൾ ആ വഴി ഹൈവേ വരാനായിട്ട് സാഹചര്യം വരിക, അപ്പോൾ അതിന് വില ഉണ്ടാവും.
അങ്ങനെയുള്ള ഗുണങ്ങൾ ഭൂമി മേഖലയിൽ ഇവർക്ക് വരും. ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടൊക്കെ ബന്ധം വന്നാൽ സൂപ്പറായിരിക്കും. അറിവ് ഉണ്ടായിരിക്കും, നല്ല ജ്ഞാനമായിരിക്കും. പല കാര്യങ്ങളെപ്പറ്റി ഇവർക്ക് അറിവ് വരും, നല്ല അറിവായിരിക്കും. പലപ്പോഴും ഈ അറിവ് കുരുട്ട് ബുദ്ധിയിലൂടെ കാര്യങ്ങൾ നേടാനായിട്ട് ഇവർ ശ്രമിക്കും. അത് അല്പം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു സ്വഭാവ ടെൻഡൻസി ഇവർക്ക് ഉണ്ടാകാനായിട്ട് ഇടവരും. പിന്നെ ഇത് ബുധൻ്റെ വീട്ടിലാണെങ്കിൽ വ്യാഴവും ചൊവ്വായും യോഗം ബുധൻ്റെ രാശികൾ, അതായത് മിഥുനം കന്നി രാശികളിലാണ് എങ്കിൽ ഈ എസ്റ്റേറ്റ് മേഖലയുമായിട്ടൊക്കെ ബന്ധം, എസ്റ്റേറ്റ് മുതലാളിമാർ, അങ്ങനെയുള്ള മുതലാളിമാരുടെ യോഗത്തിലൊക്കെയും ഈ യോഗം അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ യോഗം പറഞ്ഞപ്പോൾ അങ്ങനെ കർമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യോഗമുള്ള എല്ലാ ആൾക്കാരും എസ്റ്റേറ്റ് മുതലാളിമാരാണെന്നല്ല ഈ പറഞ്ഞത്. നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യോഗം വന്നാൽ ഭൂമി മേഖലയിൽ നല്ല നിലയിലേക്ക് എത്തിച്ചേരാനും ഗുണമുണ്ടാകാനും കർമ്മ വരുമെന്നാണ് ഇതിനർത്ഥം. ഇവർ പ്രധാനമായിട്ടും മുൻകോപം, പിടിവാദം ഭയങ്കര കുഴപ്പമായിരിക്കും. എടുത്തുചാട്ടം ഭയങ്കര കൂടുതലായിരിക്കും. പിടിവാദം, വാക്ക് തർക്കങ്ങൾ, ഞാൻ പറയുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവത്തെ കിടന്ന് മറിയും. ഒരു കള്ളം നികത്താൻ വേണ്ടിയിട്ട് 100 കള്ളം ഇവർ പറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഇവർക്ക് വരാനായിട്ട് യോഗം ഉണ്ടാവും. ഫുഡ് വളരെയേറെ ശ്രദ്ധിക്കണം. വായെ കെട്ടിയാൽ രോഗത്തെ കെട്ടാം. അതായത് ഭക്ഷണത്തെ ശ്രദ്ധിച്ചാൽ രോഗത്തിൽ നിന്ന് മുക്തി നേടാം. ഇവർക്കൊരു സ്വഭാവമുണ്ട്, എവിടെയെങ്കിലും നല്ല ഫുഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചാനലിനകത്തൊക്കെ ഇന്ന ഫുഡ് കിട്ടുമെന്നൊക്കെ നേരെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോവുക, ഈ മന്തി കഴിക്കാൻ പോവുക, ഇപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകാനോ ഉള്ളൊരു പ്രത്യേക ടെൻഡൻസി ഇവർക്കുണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് LDL സംബന്ധിച്ചുള്ള കൊളസ്ട്രോൾ അത് ഇവർക്ക് പ്രശ്നമായിട്ട് വരും. കൊളസ്ട്രോളിൽ LDL എന്ന് പറയുന്ന ആ കൊഴുപ്പ് ഇവർക്ക് പ്രശ്നമായി വരാനായിട്ട് കർമ്മ വരും. അതൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹൃദയാഘാതം പോലെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ വംശത്തിൽ ആർക്കെങ്കിലും അറ്റാക്ക് വന്നവരോ നെഞ്ച് സംബന്ധമായിട്ട് പ്രശ്നമുള്ളവരോ ഇവരുടെ വംശത്തിലുണ്ടാകാനായിട്ട് കർമ്മ വരും. അപ്പോൾ ഇവർക്കും ഹാർട്ട് റിലേറ്റഡായിട്ട് ശ്വാസം മുട്ട്, നെഞ്ച് സംബന്ധിച്ചൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ വരാനായിട്ട് യോഗം വരും. അതുകൊണ്ട് ഇവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നെഞ്ച് സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഇവർക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോളണം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം വിഷമം വരാനായിട്ട് യോഗം ഉണ്ടാകും. പിന്നെ ചൊവ്വ സഹോദരൻ, വ്യാഴ നന്മ, സഹായം. അപ്പോൾ സഹോദരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർ ഓടിപ്പോയി അവരെ സഹായിക്കുക. അറസ്യൽ ബന്ധങ്ങൾ, അതായത് സർക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഇവർക്കുണ്ടാകാനായിട്ട് കർമ്മ വരും. ഇവരുടെ വംശത്തിൽ ചിലപ്പോഴൊക്കെ ഈ ആധാരമെഴുത്ത്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരുടെ വംശത്തിലൊക്കെ ഉണ്ടാകാനായിട്ട് സാഹചര്യങ്ങൾ, അതായത് സർക്കാർ മേഖലയിലുള്ള ആൾക്കാർ, ഉന്നത തലത്തിലുള്ള ആൾക്കാരൊക്കെ ഇവരുടെ വംശത്തിലുണ്ടാകാനായിട്ട് യോഗം മതി. ഇവരുടെ വംശത്തിൽ ആരെങ്കിലും പോലീസുകാരോ പട്ടാളക്കാരോ ഇൻവെസ്റ്റിഗേഷൻ മേഖലയിലുള്ള ആൾക്കാരോ ഒക്കെ ഇവരുടെ കർമ്മയിലുണ്ടാകാനായിട്ട് യോഗം വരും. ഇവരുടെ പിതാവിൻ്റെ ജീവിതം ഒരു പോരാട്ടമായിരിക്കും. ഒരുപാട് പോരാടിയിട്ടായിരിക്കും ഇവരുടെ പിതാവ് വരിക. ഇവരുടെ പിതാവിന് ഏതെങ്കിലും തരം ഒരു സർജറിയോ അപകടമോ ഓപ്പറേഷനോ ഒക്കെ ഉണ്ടാകാനായിട്ട് ഇവർക്ക് കർമ്മ വരേണ്ട നിയമങ്ങൾ വരും. പിന്നെയെന്ന് പറഞ്ഞാലായിട്ട് ഇവരുടെ വീടിനടുത്ത് ഇവർ താമസിച്ചിടത്തോ അല്ലെങ്കിൽ താമസിക്കുന്നിടത്തോ ആ ഏരിയയിൽ എന്തെങ്കിലും ദേവാലയമോ അധ്യാപനാലയമോ, അതായത് സ്കൂളോ ഉണ്ടാവാനായിട്ട് യോഗം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ഈ യോഗമുള്ള ആളുകളുടെ ദേശത്ത്, അതായത് നമ്മുടെ ആ ഏരിയകളിൽ ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു സ്കൂളോ, ഏതെങ്കിലും സ്കൂളാവാം, നമ്മൾ നഴ്സറി ആകാം, LP UP സ്കൂളാകാം, ഹൈസ്കൂളാവാം, ട്യൂഷൻ എടുക്കുന്ന സങ്കേതങ്ങളാകാം, കളരി സങ്കേതങ്ങളാകാം, പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പഠിപ്പിക്കുന്ന ഏതെങ്കിലും മേഖല ഇവരുടെ ഏറിയകളിൽ ഉണ്ടാവാനായിട്ട് കർമ്മ വരേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞാലായിട്ട് ഇവരുടെ വംശത്തിൽ ടീച്ചിങ് മേഖലയുമായിട്ടുള്ള ആൾക്കാരുണ്ടാവാനായിട്ട് കർമ്മ വരും. അതൊക്കെ ഇവരുടെ യോഗകർമ്മങ്ങളാണ്. ഇവർക്ക് ഈ കുടൽ സംബന്ധിച്ച പ്രശ്നം വരും. വയർ റിലേറ്റഡ് ചെറിയ ഇഷ്യൂസ്, ഡിസ്റ്റർബ്, ഗ്യാസ് പ്രോബ്ലംസൊക്കെ വരാനായിട്ട് ഇവർക്ക് കർമ്മ വരേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചില അനുഭവകർമ്മ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.